ഇറാനും ഇസ്രയേലുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏറെ ഗൗരവകരമാണ്. ഇസ്രയേലി ചാരസംഘടനയായ മൊസാദിന്റെ ലക്ഷ്യസ്ഥാനങ്ങൾക്കെതിരെ ഇറാന്റെ വ്യോമസേന ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നു. ഇന്നലെ രാത്രിയാണ് ഇറാൻ വ്യോമസേന ആക്രമണം നടത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇസ്രയേലുമായി അടുപ്പമുള്ള താവളങ്ങൾക്കും സായുധ കുർദിഷ് വിഭാഗങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്കും നേരെയാണ് ആക്രമണം നടന്നതെന്നാണ് സൂചന. ഇതിനോടൊപ്പം ഇറാൻ സൈനിക മേധാവിയുടെ ശക്തമായ പ്രതികരണങ്ങളും പുറത്തു വരുന്നുണ്ട്. ശത്രുവിന്റെ ആക്രമണത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയില്ല എന്ന മുന്നറിയിപ്പും ഇസ്രയേലിനെതിരെ ശക്തവും തകർത്തെറിയുന്നതുമായ ഒരു മറുപടിക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന സൈനിക മേധാവിയുടെ പ്രസ്താവനയും സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യം മേഖലയിൽ മൊസാദിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്നതിലുപരി ഇസ്രയേലിനും അതിന്റെ സഖ്യകക്ഷികൾക്കും ശക്തമായ മുന്നറിയിപ്പ് നൽകുക എന്നതാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. 12 ദിവസത്തെ ഇസ്രയേലുമായി നടത്തിയ ഇറാന്റെ യുദ്ധത്തിൽ ഇറാൻ ഇസ്രയേലിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. ഇത് തന്നെ ആക്രമണങ്ങളുടെ ഗൗരവം നമ്മെ കാണിക്കുന്നു. എന്തുകൊണ്ടാണ് ഇറാൻ വ്യോമശക്തി അതിവേഗം പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്? മേഖലയിലെ ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്ന മറ്റൊരു പ്രധാന വിഷയം ഇറാൻ അതിന്റെ വ്യോമസേനയെ അഭൂതപൂർവമായ വേഗതയിൽ നവീകരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദശകങ്ങളിൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കാരണം പഴക്കം ചെന്ന യുദ്ധവിമാനങ്ങളാണ് ഇറാൻ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും നേരിട്ടുള്ള സഹായത്തോടെ ഇറാൻ ഒരു വലിയ ആയുധ മത്സരത്തിലാണ്. റഷ്യയിൽ നിന്ന് ഇറാൻ വൻതോതിൽ ആധുനിക യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കുന്നതായി നിരവധി റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു. സുഖോയ് Su-35 ഈ അത്യാധുനിക ജെറ്റ് വിമാനങ്ങൾ ഇലക്ട്രോണിക് യുദ്ധശേഷിയിലും മികച്ച യാത്രാശേഷിയിലും മുന്നിട്ട് നിൽക്കുന്നവയാണ്. ഏകദേശം ഈ യുദ്ധവിമാനങ്ങളുടെ 48 യൂണിറ്റുകൾ സ്വന്തമാക്കാൻ ധാരണയായതാണ് റിപ്പോർട്ടുകൾ. അതുപോലെ Su-57 ഇത് 5ാം തലമുറയിലെ സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ്. ഒരു ചെറിയ എണ്ണം Su-57 പോലും കൈവശം വെക്കുന്നത് ഇറാന്റെ വ്യോമശക്തിയെ അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിക്കും. അതോടൊപ്പം തന്നെ ചൈനയുടെ J-10C എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാൻഡ് അറേ റഡാറും ദീർഘദൂര എയർ ടു എയർ മിസൈലുകളുമുള്ള ചൈനീസ് മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റുകളാണിത്. ഇതും ഇറാൻ ഇപ്പോൾ സ്വന്തമാക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. കൂടാതെ റഷ്യയിൽ നിന്നും MiG-29 പോലുള്ള യുദ്ധവിമാനങ്ങളും ഇറാൻ സ്വന്തമാക്കുന്നു. ഇത് പതിറ്റാണ്ടുകൾക്കിടയിലെ ഇറാന്റെ വ്യോമസേനയുടെ ഏറ്റവും വലിയ നവീകരണമാണ്. ഇസ്രയേലിനെ പോലുള്ള ശക്തികൾക്കെതിരെ ഒരു സമഗ്രമായ പ്രതിരോധം കെട്ടിപ്പടുക്കാനാണ് ഇപ്പോൾ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഈ ആയുധങ്ങൾ ദീർഘകാലമായി നിലനിന്നിരുന്ന പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കാൻ ഇറാന് സഹായകരമാവുന്നു. മേഖലയിലെ ശക്തി സന്തുലനവും അപകട സാധ്യതകളും ഇസ്രയേൽ റഷ്യയെ കുറ്റപ്പെടുത്തി. ഇസ്രയേൽ വൃത്തങ്ങൾ റഷ്യ തങ്ങളെ ഒറ്റിക്കൊടുത്ത് ഇറാനുമായി ആയുധ കച്ചവടം നടത്തുന്നു എന്ന് ആരോപണം ഉന്നയിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ ഈ പുതിയ നീക്കങ്ങൾ മേഖലയിലെ ശക്തി സന്തുലനത്തെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ആധുനിക വ്യോമശക്തിയും ആക്രമണ ശേഷിയും കൈവരിക്കുന്നതിലൂടെ ഇറാൻ അതിന്റെ പ്രാദേശിക സ്വാധീനം ഉറപ്പാക്കാനും ഗൾഫ് മേഖലയിലെ സഖ്യകക്ഷികൾക്ക് ഒരു വെല്ലുവിളി ഉയർത്താനും ശ്രമിക്കുന്നുണ്ട്. ഈ സൈനിക നീക്കങ്ങൾ മധ്യേഷ്യയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പങ്കുവെക്കുന്നത്. ഇറാൻ ഇസ്രയേൽ ശത്രുതയുടെ പുതിയൊരു അധ്യായത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ഇറാന്റെ വ്യോമസേനയുടെ നവീകരണം ഈ സംഘർഷത്തിന്റെ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്.